ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റംസാനൊക്കെ സ്റ്റാർട്ടാവാനായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സീരീസ് ഇടാമെന്ന്. അങ്ങനെ ഫസ്റ്റ് സീരീസ് ആയിട്ട് ഞാനിപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പഫ്സിൻ്റെ റെസിപ്പിയാണ് ഇന്നിടുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ പഫ്സ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 300 ഗ്രാം ചിക്കൻ വേണം. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ അത് പെരക്കുന്നത് ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ മൊത്തം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 300 ഗ്രാം ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം 2 ടീസ്പൂൺ അളവിൽ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് കിട്ടും. 119 രൂപയോ മറ്റോ നമ്മൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാനിപ്പോൾ പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പുളി ഇല്ലാത്ത തൈരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്കിത് നേരെ ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓയിലല്ല ഇത് ഫ്രൈ ചെയ്യുന്നത്, ബട്ടറിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അൺസോൾട്ടഡ് ബട്ടറോ അല്ലെങ്കിൽ സോൾട്ടഡ് ബട്ടറോ നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അമൂലിൻ്റെ ഈ ഒരു ചെറിയ ചെറിയ ക്യൂബ്സിൽ വരുന്ന ബട്ടർ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ കേട്ടോ. നമ്മളിപ്പം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിലും 3 ടേബിൾ സ്പൂൺ, സോൾട്ടഡ് ആണെങ്കിലും 3 ടേബിൾ സ്പൂൺ കേട്ടോ. ഞാനിപ്പം സോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇതുപോലെ മെൽട്ടായി കഴിഞ്ഞാൽ നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ബട്ടറിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കിതാ ഒരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഈ ഒരു ചിക്കൻ്റെ മേലിൽ ചിക്കൻ ഇപ്പം എന്താ പറയുക, ഒരു 1/4 ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതാ ഒരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കം, അതും ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഒന്നെങ്കിൽ ചോപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് പൊടി പൊടി പോലെ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ക്യാപ്സിക്കവും ഒരു സവാളയും നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, മാറ്റി മറിച്ചൊക്കെ ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ആണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ക്രീം ചീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ക്രീം ചീസ് മസ്റ്റാണ് കേട്ടോ. ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോഴാണ് ഈ ഒരു മസാലക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ വേണ്ടത് 1 പിടി മല്ലിയിലയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചിക്കനിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഒരുപാട് ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10-12 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഇതാ നമ്മുടെ മസാലയാണ്. നല്ലതായിട്ട് ഡ്രൈ ആവും. ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മസാല പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ നോർമലി വേവാൻ ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ ആദ്യം 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് വീണ്ടും ഒരു 10-12 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ മസാല കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയത്ത് ഒരു പിടി മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്ത് വെക്കാം. ആ ഒരു ചൂട്, നന്നായിട്ടുള്ള ആ ഒരു ചൂടില്ലേ, അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് പഫ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാനിപ്പോൾ പഫ്സ് ഉണ്ടാക്കാൻ എടുക്കുന്നത് ഈ ഒരു സ്വിറ്റ്സിൻ്റെ പഫ് ഷീറ്റാണ്. ഇതിൽ 10 എണ്ണം ഉണ്ടാവും കേട്ടോ. ഇതിന് 200 സംതിങ് ആയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഒരു പഫ്സിൻ്റെ പേസ്ട്രി ഇതുപോലെ വെച്ചുകൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും പരത്തണ്ട, ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുത്താൽ മതിയാവും. ഒരു 2-3 തവണ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് ചിക്കൻ്റെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മിഡിൽ പോർഷനിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നടുഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു പിടി മൊസറല്ല ചീസും കൂടി നമുക്കിതിൻ്റെ മേലയിൽ ഏറ്റവും ടോപ്പിങ്ങിൽ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ചീസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പിടി മൊസറല്ല ചീസും കൂടി അതിൻ്റെ മേലയിൽ വെച്ച് കൊടുത്തിട്ട് വേറൊരു ഷീറ്റ് എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഷീറ്റ് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ഡയറക്റ്റ് എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമലായിട്ട് ഒട്ടിക്കൊള്ളൂ കേട്ടോ. വേറെ വെള്ളത്തിൻ്റെയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ ഒരു പഫ്സ് കാണാൻ കുറച്ചും കൂടി മൊഞ്ചിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഷേപ്പിൽ നല്ല ക്ലാസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചെയ്താൽ മതിയാകും. എന്നിട്ട് നമ്മളിപ്പോൾ ഇതൊരു ട്രേയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേയിൽ നമ്മുടെ ഈ ഒരു പഫ്സിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ട്രേൻ്റെ മേലിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം എനിക്ക് ഒരു പാക്കറ്റിൽ 10 ഷീറ്റായിട്ടാണ് ഉള്ളത് പഫ്സിൻ്റെ. അപ്പോൾ എനിക്ക് 5 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ 2 ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് 5 പഫ്സാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരാൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കെന്തായാലും ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഇതൊരു 7 പേർക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. ഇത് നേർപകുതിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു പഫ്സിൻ്റെ മേലയിൽ നമുക്കിതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമല്ലെങ്കിൽ പാല് ജസ്റ്റ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ആ ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പം മുട്ട നല്ലോണം മിക്സാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് എള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും ഒരു കുഴപ്പമില്ല. അപ്പം എൻ്റെ കയ്യിൽ വൈറ്റ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെതറി കൊടുത്താൽ മതിയാകും. എല്ലായിടത്തും കിട്ടും കേട്ടോ, ഓരോരോ പിടിയായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും കാണാൻ കുറച്ചും കൂടി ഒരു കളർഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് ഇട്ടുന്നുള്ളൂ. ഇനി നമുക്കിത് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 170 തന്നെ നമുക്കൊരു 15 മിനിറ്റ് ഈ ഒരു പഫ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിണ്ണം കാച്ചിയായിട്ടുള്ള ചിക്കൻ പഫ്സ് കിട്ടും കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുകയല്ല, അത്രയും അടിപൊളി ടേസ്റ്റാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ 2 പേരാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വെറും 2
പഫ്സ് മാത്രം ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ. കാരണം ഒന്നെന്നെ നമുക്ക് എനിക്കെന്തായാലും കഴിക്കാൻ പറ്റില്ല, അപ്പോൾ ഒന്നിൻ്റെ പകുതിയാണ് എനിക്ക് കഴിക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ നല്ല ക്വാണ്ടിറ്റിയാണ്, നമ്മൾ 2 ഷീറ്റ് യൂസ് ചെയ്തിട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ലെയറോട് കൂടിയിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സെറ്റ് സാധനം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് പഫ്സിൻ്റെ ഷീറ്റ് വാങ്ങിക്കുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, ഹോം മെയ്ഡായിട്ടും ഉണ്ടാക്കി ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപോയിക്കോളൂ. ഈ ഒരു ഉള്ളിലത്തെ ഫില്ലിങ്ങും ആ ഒരു ചീസും ഒക്കെ സംഭവം ക്ലാസ്സാണ്, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വലിയ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ലല്ലോ. അതെന്തായാലും നിങ്ങളിപ്പോൾ റംദാനല്ലേ വരുന്നത്, എന്തായാലും മസ്റ്റായിട്ട് ഇത് വീട്ടിലുണ്ടാക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ബായ്.